സൗഖ്യം തരുന്ന ദൈവം. ആശയ്ക്ക് വകയില്ലാത്ത മാറാ രോഗം പോലും സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. ഓ നിർത്ത് നിങ്ങളുടെ ഈ ബിബ്ലിക്കൽ ഫിലോസഫി. എനിക്ക് ആവശ്യം സുശേഷ പ്രസംഗമല്ല. നിങ്ങൾക്ക് എങ്ങോട്ട് വേണേലും പോവാം, ഞാനില്ല. സൂസൻ, നീ അവിടെ എന്ത് കാഴ്ചയാണ്? നീ എന്നെയല്ല, വേണമെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചോ. നീ പോയി കിടന്നോ. പോയിക്കോ. ഇതെന്താ? ഞാനിന്ന് ഇവിടെ കിടക്കുന്നേ. ഇവിടോ? അതെന്തിന്? ചേച്ചി പറഞ്ഞു രാത്രി എന്തെങ്കിലും അത്യാവശ്യം വന്നാ. വേണ്ട, ഇവിടെ കിടന്നാ ശരിയാവില്ല. നീ പൊയ്ക്കോ. സാരിയില്ല, ഞാൻ ഇവിടെ ഒതുങ്ങി കിടന്നോളാം. അതിന്റെ ആവശ്യമില്ലെന്നേ. നീ മുറി പോയി കിടന്നോ. എന്തിനേ ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നീ അകത്ത് പോയി കിടക്ക. ഇന്നത്തേക്ക് സഹിച്ചേര്. നാളെ ഞാൻ ആ ബീപ്പർ എടുത്ത് വെച്ചുതരാം. അപ്പൊ ഗുഡ് നൈറ്റ് അച്ഛാ. എടി സൂസൻ, നിന്നോടാ പറഞ്ഞത്. എടി ഞാൻ ഒരു മാസത്തിനുള്ളിൽ മടങ്ങിയതാ സാർ. വെറുതെ എന്തിനാ ടോണി നടക്കാത്ത കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്? സാർ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നോ ടോണി, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആ കമ്പനി പിന്മാറി. യുനോ, തനിക്ക് ഇനി പഴയ പോലെ വരയ്ക്കാനാവില്ലെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോ എന്റെ ജോലി? റിയലൈസ് ദാറ്റ് യു ആർ നോട്ട് വെൽ. ഒരു ആഡ് ഏജൻസി ഇങ്ങനെ റിസ്കിന് തയ്യാറാവില്ല. ഐ ആം സോറി. ടോണി, ഹലോ ഹലോ, സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് പേടിയാവുന്നില്ല ലീന. വലിയ ധൈര്യമുള്ള ആളായിട്ട് തോന്നിച്ച്. എനിക്ക് മരിക്കാൻ പേടിയാ ലീന. അങ്ങനെങ്ങ് മരിക്കാൻ ടോണിച്ചിനെ സമ്മതിക്കയില്ല. ഇനി എനിക്ക് ഇങ്ങനെയൊരു ചിത്രം വരയ്ക്കാൻ ഒരിക്കലും ആവില്ല. My faith.
സോ നിങ്ങൾ രണ്ടാളൊന്നും കണ്ടിട്ടില്ല. അപ്പോ ഷീബ ടീച്ചർ കണ്ടത് എന്റെ കാറിനടിയിൽ അള്ളുവെക്കാൻ നിങ്ങൾ അവർക്ക് മറ പിടിക്കുകയായിരുന്നല്ലേ? ടെൽ മീ, ആരായിരുന്നു അവിടെ? സർ, അങ്ങനെയല്ല. ഞങ്ങള് ടീച്ചർ നിൽക്കുമ്പോ ആരോ കാറിനടുത്തൂടെ പോകുന്ന കണ്ടു. അതാരാന്ന് വ്യക്തമായില്ല. സൂസനൊന്നും പറഞ്ഞില്ല. സി, ഈ സ്ഥാപനത്തിലെ പ്രിൻസിപ്പലിനെതിരെ നടന്ന കൊലപാതക ശ്രമത്തിന്റെ അന്വേഷണത്തിനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ഇതൊരു നിസ്സാര സംഭവമല്ല. ലെറ്റ് മീ മേക്ക് ഇറ്റ് ക്ലിയർ. ഈ ഇൻസ്റ്റിറ്റ്യൂഷന് കളങ്കം വരുന്ന ഒരു സംഭവം ഞാൻ വെറുതെ വിടില്ല. സൂസൻ, ടെൽ മീ. അത് സർ, ഈ കോളേജിന്റെ റെപ്യൂട്ടേഷനാണോ വലുത്, അതോ? അത് സർ. എങ്കിൽ പറ, ആരാ ഇത് ചെയ്തത്? ഞങ്ങൾക്കറിയില്ല സർ. ഓക്കെ, ഇന്ന് വെള്ളി, വരുന്ന മൺഡേ ഹോളിഡേ. അപ്പൊ ഇനി ക്ലാസ് ഉള്ളത് ചൊവ്വാഴ്ച. അതുവരെ ഞാൻ സമയം തരാം. അന്നും പറയാനുള്ളത് ഇത് തന്നെയാണെങ്കിൽ പിന്നെ മക്കൾ പാരന്റ്സിനെയും കൂട്ടി വന്ന് ക്ലാസ്സിൽ കയറിയാ മതി. നൗ യു മേ ഗോ. നിനക്ക് പറയായിരുന്നില്ലേ ഒന്ന് കണ്ടില്ലാന്ന്? എങ്ങനെയാ രഞ്ജിനി സാറിന്റെ മുഖത്തോക്കി കള്ളം പറയുന്നേ? ലുക്ക് സൂസൻ, സംഭവിക്കാനുള്ളതല്ല സംഭവിച്ചു. സാറിനൊന്നും പറ്റിയിട്ടുമില്ല. പിന്നെ നമ്മൾ ഇതിന് വെറുതെ അവരുടെ ഭാവി കളയണം. സോ വി ഡോണ്ട് ചീറ്റ് അവർ ഫ്രണ്ട്സ്. ഓക്കെ? ഇവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. വി അഗൈൻസ്റ്റ് ദം. ടീച്ചേഴ്സ്, നീ ഞങ്ങളോടൊപ്പം നിൽക്കുക. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ദാറ്റ്സ് ഗുഡ്. ഈ വീക്കെൻഡ് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഒരു എസ്കേപ്പ് റൂട്ട് റെഡിയാക്കും. ഡോണ്ട് വറി. എന്തായി? എനി ഡൗട്ട്സ്? ട്യൂസ്ഡേ വരെ സമയം തന്നിട്ടുണ്ട്. താങ്ക് ഗോഡ്. ഞാൻ പോട്ടെ. ബൈ. ഇവളെ വിശ്വസിക്കാവോ? നോട്ട് ദാറ്റ് മച്ച്. വലിയ വിശ്വാസി സത്യസന്ധയൊക്കെയാ. എങ്കിലവളെ അത് കള. നല്ലൊരു ഓഫർ കൊടുത്താൽ നമ്മുടെ കൂടെ നിൽക്കും. ഐ നോ. എനിക്കൊരു പ്ലാൻ ഉണ്ട്. ശ്യാമാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഉറങ്ങിപ്പോയോ? സോറി. എന്താ ക്ലാസ്സില്ലേ? ഇല്ല, ഇന്ന് സാറ്റർഡേ ഓ, അല്ലേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇവിടെ ചിലർക്കൊക്കെ ഉച്ചവരെ ഉറക്കം. നീ പോയി ചായ ഇട്. അയ്യോ, വേണമെന്നില്ല. ഹാ, അതെന്താ? കലാകാരന്മാര് ചായ കുടിക്കില്ലേ? കലാകാരനോ? പിന്നല്ലാതെ. ഇതും ഒരു കല തന്നെയാ, ഫിസിയോതെറാപ്പി. അങ്ങനെയും ഈ മടിച്ചിയൊക്കെ ഒന്ന് അടുക്കള കയറട്ടെ. അയ്യോ, അച്ഛാ, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ലാൻഡ് ലൈനിൽ നിന്ന് വിളിച്ചാ ഡിസ്റ്റർബ് ആകില്ലേ? ഞാൻ അതുകൊണ്ട് അച്ഛന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചോട്ടെ. ഏയ്, എന്ത് ഡിസ്റ്റർബൻസ്? നീ അതേ തന്നെ വിളിച്ചാ മതി. വേഗം ആയിക്കോട്ടെ, ചായ വൈകണ്ട.